ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ 2026 വിഷു ആണ് കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ ബാക്കിൽ അനിയൻ്റെ വീടും എൻ്റെ വീടും രണ്ട് വീട്ടിലും കൂടിയിട്ടുള്ള ചെറിയൊരു ആഘോഷ പരിപാടിയാണ് വീഡിയോ വ്ളോഗായി ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ബൈ. അങ്ങനെ നമുക്കുള്ള വിഷുക്കണിക്കുള്ള പൂവ് അനിയൻ്റെ സ്ഥലത്തുള്ള മരത്തിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് ഇങ്ങോട്ട് ഓടേണ്ടി വന്നില്ല, കുറച്ച് പേർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കൊല്ലത്തെ വിഷു വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്മൾ തലേ ദിവസം രാത്രി ആട്ടാതെ പൊട്ടിക്കുന്നതൊക്കെ തലേ ദിവസം രാത്രി ഒന്ന് പൊട്ടിക്കാൻ ഞങ്ങൾ ഒരു 7 മണിയോടെ കൂടെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അനിയൻ്റെ വീട്ടിൽ അവിടെ അവന് പൊട്ടിക്കുകയായിരുന്നു, കത്തിക്കലും പൊട്ടിക്കലൊക്കെ ആയിരുന്നു. ഈ വിഷ്ണു ചക്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പൊട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ വിഷ്ണു ചക്രം പൊട്ടിക്കാനടക്കം പേടിയാണ് നമുക്ക്. ഈ പൂക്കുറ്റി കത്തിക്കണ അതും ഇടയ്ക്കൊരു പൊട്ടൽ കിട്ടുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ 3 പോയി പൊട്ടുന്ന സാധനമാണ് അടിപൊളി. അതും ഈയിടെയായിട്ട് താഴെ ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ സേഫായിട്ട് തന്നെ പൊട്ടിക്കണം, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അങ്ങനെ അമ്പുടിനെ വെച്ചൊന്ന് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അവന് വാശി പിടിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. മൂത്തവൾക്ക് പേടിയാണ്, ആരുവിക്ക് ഭയങ്കര പേടിയാണ്. അടുത്തു കൂടെ അല്ലേ കമ്പിത്തിരി കത്തിക്കുക എന്നല്ലാതെ വേറെ പരിപാടിക്കില്ല, താല്പര്യമില്ല. വാശി പിടിച്ചപ്പോൾ ഒന്ന് സഹായിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും കത്തിക്കാൻ കൊടുത്തിട്ടില്ല, കമ്പിത്തിരി മാത്രം. കമ്പിത്തിരി ആകുമ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പൊട്ടുന്ന പരിപാടി, സേഫായിട്ട് പിടിക്കണമെന്ന് മാത്രം. അങ്ങനെ തലേദിവസത്തെ രാത്രി പരിപാടികളാണ്. പിന്നെ വീട്ടിൽ അമ്മയൊക്കെ വിഷുക്കണി എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയായി ഒരുക്കി വെച്ചു. കൂടെ സഹായത്തിന് സുജി ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസത്തെ ഒരുക്കുമാനങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ തലേദിവസം ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ നമ്മൾ രാവിലെ അമ്മയാണ് എണീറ്റിട്ട് ബാക്കിയുള്ള ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ വിളിക്കാൻ കൊളുത്തി കഴിഞ്ഞ് നാളികേരം ഉടച്ച് വെച്ച് നമ്മൾ തലേദിവസം കിടക്കുന്നതിൻ്റെ തൊട്ട് ഇല്ല. നീ എന്തല്ലാത് നോക്കി നോക്കട്ടെ, എല്ലാരും കൂടി നോക്കൂ. ചിങ്കി ചക്രം കത്തിക്കണോ കണ്ട കുഞ്ഞ? അത് നോക്കി പഠിച്ചോ. ചിങ്കി കത്തിച്ച് ഓടിയണ്ട. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി പുറത്തുകൂടി പോയപ്പോഴേ അടുത്തുള്ളവരൊക്കെ ഗംഭീര പൊട്ടിക്കലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അനിയൻ വീനു അവിടെ നേരത്തെ കണ്ടത്. വീനുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ട് പൊട്ടിച്ചതാണ്. അത് കഴിഞ്ഞ് ഇതപ്പോൾ നേരം വെളുത്തിട്ടുള്ള ഷോട്ടാട്ടോ കാണുന്നത്. നേരം വെളുത്ത് അമ്മ എല്ലാ മണിക്ക് ഓരോരുത്തരെ വിളിച്ചു. ഞാൻ വന്ന് കണ്ടു. അപ്പം സുജി കുട്ടീനെ കൊടുന്ന് കാണിക്കുന്നു.
എന്താ കൃഷ്ണ കാണാല്ലേ? കൃഷ്ണ നോക്കിട്ട് നമ്മളെതിരെ കാണണത്ര. പിന്നെ എത്ര കണ്ണാടി വയ്ക്കുക. കൃഷ്ണനെയും നമ്മളെയും കാണണം. കുറച്ച് അരിയുമ്പോ കൊടുത്തു നമ്മളെ സിറ്റിയിലെ വരാനാവും. പ്രാർത്ഥിച്ചിട്ടേ തൊഴുതിട്ട് അവിടെ കിട്ടും. കൃഷ്ണന്റെ പാദത്തിൽ സമർപ്പിച്ചോ. ഇട്ടിട്ടോ കൈ പോകണ്ടെങ്കിൽ ചന്ദന തിരിയാണ്. പറയുമ്പോ കണ്ണു നോക്കണം കേട്ടോ. തിരികെ ഇങ്ങോട്ട് കണ്ണു പറഞ്ഞോ, കണ്ണു പറഞ്ഞോ, തുറന്നോ, തമ്പാട്ടി നോക്ക്, തുറന്നോക്ക്, കണ്ണു നോക്ക്. തൊഴുക്, തമ്പാട്ടി തൊഴുക്. വിഷുവാണ്. പൈസ വേണം. കുഞ്ഞാണക്ക് തരാം പൈസ. നോക്ക്, അപ്പൊ നോക്കിയാവൻ കുഞ്ഞ അതണ്ട പൈസ ഉണ്ടാ നോക്കിക്ക. ഒന്ന് ചെറുതായി നോക്കിയാ മതി. വെച്ചാക്കൂടെ നോക്ക്. അത് അങ്ങാട്ടം മൊത്തം പൈസ കയ്യിലുണ്ട്. അതെ കുഞ്ഞവാ മുടിക്കെട്ട് നമ്മള് വാ ആ വീട്ടിലെ അച്ഛന് അമ്പുടിന് പൈസ കുട്ടിയണ്ടേ മറ്റുള്ള കാര്യം അതെ പൈസ വേണ്ടേ നിക്കടാ തനി വാ അമ്പളൊക്കെ നേരെ വാങ്ങി കഴിഞ്ഞ കൊല്ലം വളഞ്ഞായിരുന്നില്ല അല്ലേ? ഞാൻ പോടുവാ കുഞ്ഞമ്മ വീട് വാങ്ങ പൈസ ആദ്യമായി പറഞ്ഞില്ല അച്ഛനെ കണ്ടിട്ടുള്ളൂ. സാറ് പിടിച്ചോ. മതി മതി മതി. കുഞ്ഞ് ആ സുജിയത് വാങ്ങിക്കോ വീഡിയോ നീ 10 മണി വാ. ചേച്ചി പറഞ്ഞു എവിടെ ചുറ്റുമണി ഇങ്ങോട്ട് വാ. എന്നാ കുഞ്ഞ വീഡിയോ എടുക്ക. ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടാ.
10 മണിക്ക് കിട്ടിയോ പൈസ? ഒന്നും കൂടി ഇപ്പഴാ വീഡിയോ എടുത്ത് വെറുതെ ഒന്നും കൂടി കൈ പിടിക്കും. ഇപ്പഴാ വീഡിയോ കൈ പിടിച്ചു. എന്താ വളയില്ലേ ഈ സഹനക്ക്? അല്ല വീഡിയോ പൈസ വീഡിയോ അങ്ങനെ ഇപ്പോൾ രാവിലെ കൈനീട്ടൊക്കെ വാങ്ങിയതിന് ശേഷം കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പടക്കം പൊട്ടിക്കലായി. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുകയാണ്. ഇനി വൈകുന്നേരത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ട് പൊട്ടിക്കാന്ന് വെച്ചു. അങ്ങനെ രാവിലത്തെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് കാവിലേക്ക് അമ്പലത്തിലേക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അന്നത്തെ വിഷു ഞങ്ങൾ പിന്നെ വൈഫ് ഹൗസ് പോയി വരണം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കാവിലെ പൂരൊക്കെയാണ്, കൂത്തോണാട്ടൊക്കെയാണ്. രാത്രി സ്റ്റേ ചെയ്യാൻ എവിടെയും പറ്റില്ല. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ പോയി അങ്ങനെ തിരിച്ചെത്തും. അങ്ങനെയാണ് നമ്മുടെ വിഷു ആഘോഷ പരിപാടികൾ. അതന്നെ ഇതിങ്ങനെ ആവേണ്ടതാ. നമ്മൾ പൊന്തിപ്പോയി എന്താ പല്ലിങ്ങനെ ചിരിക്കേണ്ട വേണ്ട വാ വെറുതെ വെച്ച മത്താപ്പ് കൊടുത്തന്നാ നാടൻപാട്ട് മനസ്സിലായില്ലേ?
അങ്ങനെ ഇപ്പോൾ നമ്മുടെ 2026 വിഷു അടിപൊളിയായി എൻഡ് ചെയ്തു. ഇത്തവണ അളീനും കൂടി ഒന്ന് കൂടാൻ പറ്റി. താങ്ക് യു.